അങ്ങനെ വിചാരിച്ച് നിൽക്കാം. അത്രേ ഉള്ളൂ. നീയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ. അതെ, നിന്നെ ബേസ് ചെയ്തിട്ടല്ല എല്ലാരും ചുമ്മാ ആടുന്ന് ബഹളം ഉണ്ടാക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും. അപ്പൊ നീയാണ് ഇവിടുത്തെ രാജാവ്. രാജാവാ? സോറി, രാജ്ഞി. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ഇതിനകത്ത് നീ കേക്ക്. ഇത്രയും ക്യാപ്റ്റൻസിയില് എന്റെ ക്യാപ്റ്റൻസിയുടെ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ പറഞ്ഞത്. അത് എത്ര ദിവസം കൊണ്ട് മാറ്റി പറഞ്ഞപ്പോ അത്രയുള്ള മനുഷ്യര്. ചേട്ടന് എത്ര വോട്ട് കിട്ടി? ലൈവിൽ അനുമോളും ശൈത്യയും കൂടി സംസാരിക്കുകയാണ്. പക്ഷേ ശൈത്യയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അനുമോളല്ലേ. അനുമോളുടെ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കണം ശൈത്യ ഇങ്ങനെ പറയുന്നത്. നീയാണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവ്. കാര്യം എല്ലാ കാര്യത്തിനകത്തും ഇടപെടുകയും നല്ല സ്മാർട്ടായിട്ട് കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേഷ്യം കാണിക്കേണ്ടതിടത്ത് ദേഷ്യം കാണിക്കുന്നുമുണ്ട്, വിരോധിക്കുന്നുമുണ്ട്, സ്നേഹം കാണിക്കേണ്ടതിടത്ത് അതുമുണ്ട്. എല്ലാ കാര്യത്തിനകത്തും അനുമോൾ മുന്നിൽ നിൽക്കുന്നെന്നുള്ളത് ശൈത്യയ്ക്ക് മനസ്സിലായി. ബാക്കിയുള്ളവരെല്ലാം അനുമോളെ വെച്ചിട്ടാണ് കണ്ടൻറ് ഉണ്ടാക്കുന്നതെന്നും ശൈത്യ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ശൈത്യ പറയുന്നത് അനുമോൾ തന്നെ ഇവിടുത്തെ രാജാവ്. അനുമോൾ പറയുന്നുണ്ട് ഞാൻ രാജാവല്ല, ഞാൻ രാജ്ഞിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യയുടെ അനുമോളുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കുറവുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ ലാസ്റ്റ് വരെ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന 2 കണ്ടസ്റ്റൻറ്റുകളാണെന്ന് നമുക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കണം. പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.